Hello everyone, welcome to my channel. Welcome to Enchanted Reader Malayalam. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട് പറയാൻ. എൻ്റെ റീഡിംഗ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളത് മാത്രമാണ്. ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഞാനിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഒക്കെയാണ് ഞാനിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ എന്തൊക്കെ മെസ്സേജസ് ഓക്കെ. ആദ്യം തന്നെ എനിക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ എന്തിൽ നിന്നോ നടന്ന് അകലുന്നത് പോലെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവരിപ്പം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ. അത് നോക്കാം ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് അടുത്ത മെസ്സേജ് വരുന്നത് എന്നുള്ളത്. എന്തായാലും അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കൊരു മൂവിങ് എനർജിയെയാണ് കാണുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും അവരിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടാവുക? അവരവരുടെ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് അവരെ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും അവരിപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. വളരെ സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർ നെഗ്ലക്റ്റ് ചെയ്തതുപോലെയാണ് എനിക്കിവിടെ മെസ്സേജ് വരുന്നത്. ഇപ്പം അവർ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഡയറക്ഷൻ മാറി മൂവ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. എഗെയിൻ എനിക്ക് അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഡിപ്പാർച്ചറാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് അവരുടെ ലൈഫിൽ എടുക്കാൻ പാടില്ലാത്ത ചില ഡിസിഷൻസ് എടുത്തത് കാരണമാണ് അവരിപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ നിന്ന് അവരിപ്പോൾ ഏത് പ്ലേസിലാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 3 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അവർ വളരെയധികം ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നത് പോലെ എനിക്കിവിടെ മെസ്സേജ് വരുന്നുണ്ട്. വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെയുള്ള മെസ്സേജാണ് എനിക്ക് വരുന്നത്. ഇവിടെ എനിക്ക് ഒരു ഈഗോ ഉള്ള ഒരു എനർജിയെയാണ് കാണുന്നത്. ഓക്കെ, അവർക്കൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെ അവർ വേണമെങ്കിൽ ബിഹേവ് ചെയ്യും. പക്ഷേ അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെയുള്ള മെസ്സേജാണ് എനിക്ക് വരുന്നത്. വളരെയധികം അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ, അവരുടെ ലൈഫ് തന്നെ ഡിസോർഡർ ആയിട്ടിരിക്കുന്നത് പോലെയുള്ള മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ളതുപോലെ ഒരു മെസ്സേജ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ആ മൂന്നാമതുള്ള എനർജി, അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും മിഡിലുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് അവരെ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റർബ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചതല്ല അവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് പോയതെങ്കിൽ പോലും അതൊന്നും അല്ല ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത്. അത് കാരണം തന്നെയാണ് അവർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം അവർക്ക് നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരാഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവരെത്തിപ്പെട്ട സ്ഥലത്ത് നിന്ന് കിട്ടുന്നുമില്ല. അവരാകെ ഒരു ക്രോസ് റോഡിൽ പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, ഈ റോഡ് 4 ഡയറക്ഷനിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിൽ ഏത് ഡയറക്ഷനിൽ പോയിട്ടുണ്ടെങ്കിലാണ് നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അവർക്കറിയാം ഏത് ഡയറക്ഷനിൽ പോയാലാണ് നിങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ 2 പേരുടെ ഇടയിൽ ഒരു വലിയൊരു ബ്ലോക്ക് എനിക്കിവിടെ കാണാനുണ്ട്. എന്തോ സംതിങ് ഹ്യൂജ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് നിങ്ങളുടെ 2 പേരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് ആയി പോയതുപോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് വേണം ഈ എനർജി നിങ്ങളെ റീച്ച് ചെയ്യാൻ. ദൂരം ശരിക്കുള്ള ദൂരമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ മെൻ്റലി ഉള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ ഓൾവേസ് അവരെ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കാം. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ വന്നാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഓൾഡ് പേഴ്സണ് കിട്ടാത്ത പോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി നന്നായി നിങ്ങൾ അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ 3 ഓഫ് വാൻസ് കൂടെ വരുന്ന മെസ്സേജ്. ഓക്കെ, അവരിപ്പം ആ ഒരു പഴയ രീതിയിൽ തന്നെ എത്തിപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു റീയൂണിയൻ ഉണ്ടായാൽ നന്നായിരുന്നു, അതായത് നിങ്ങളൊന്ന് കണ്ട് നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ 3 ഓഫ് കപ്സ് കൂടെ വരുന്ന മെസ്സേജ്. ഇവിടെ 2 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. അതിന് ചുവട്ടിലാണെന്നുണ്ടെങ്കിൽ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്കൊരു റീയൂണിയൻ ഉണ്ടായാൽ കൊള്ളാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ എഗെയിൻ അത് തന്നെയാണ് 2 ഓഫ് കപ്സ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു യൂണിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ 2 ഓഫ് കപ്സ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ്. ലെറ്റ്സ് സീ വേറെ ഡെക്കിൽ കൂടെ എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നത് നോക്കാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. ഇവിടെ 2 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ 2 ഓഫ് വാൻസ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഡിസ്റ്റൻസിലായിപ്പോയി. ഇനി ഡിസ്റ്റൻസിലായിപ്പോയി എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആണുള്ളത്. അത് ഓവർകം ചെയ്തിട്ട് വേണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ റീച്ച് ചെയ്യാൻ. ഓ മൈ ഗോഡ്, കിങ് ഓഫ് വാൻസ്. അവർക്ക് നിങ്ങളോട് നല്ല ഒരു സ്നേഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയെയാണ് എനിക്ക് കിങ് ഓഫ് വാൻസ് കൂടെ കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ടു ഓഫ് കപ്സ്. നിങ്ങൾ ഇവിടെ അഗെയിൻ ഇവിടെ ഓൾറെഡി നമുക്ക് 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എഗെയിൻ 2 ഓഫ് കപ്സ് വന്നിരിക്കുകയാണ്. അത് വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ 2 ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ എന്നോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ലവ് ഉണ്ട്, പക്ഷെ അവർക്കത് കാണിക്കാൻ പറ്റുന്നില്ല, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് സ്ട്രോങ് ബോണ്ടഡ് ആയിട്ടുള്ള സോൾമേറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ ഒരു കണക്ഷൻ വന്നത് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്തായിരിക്കാം. വേണമെങ്കിൽ വളരെ ഹാർമോണിയസ് ആയിട്ടായിരിക്കാം ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, വളരെ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ടുണ്ടാവാം മുമ്പ്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഒരു എനർജി അത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അതൊരു സ്റ്റോൺ വാൾ പോലെയാണ് എനിക്ക് കാണുന്നത്. അത് അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു എനർജി ആയിട്ടാണ് എനിക്ക് കാണുന്നത്. സ്റ്റിൽ അവർ നിങ്ങളെ റീച്ച് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ അവർ നിങ്ങളെ റീച്ച് ചെയ്യും. കാരണം എനിക്ക് നൈറ്റ് ഓഫ് സ്വാർഡ്സ് ഇവിടെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വാർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിങ് എനർജിയാണ് എൻ്റെ ഡെക്കിൽ. അത് നിങ്ങളെ റീച്ച് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ദോ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ മുന്നിലുണ്ട് എങ്കിൽ പോലും ആ ഒരു റീയൂണിയൻ ഇവിടെ നടക്കാനുള്ള ഒരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തായാലും വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ദ മൂൺ, അവർ വളരെയധികം സാഡാണ് ഈ കാര്യത്തിൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ. ഓക്കെ, അവർ ഒരു എടുത്തു ചാടിയിട്ടുള്ളൊരു തീരുമാനത്തെ കൂടിയാണ് ഇങ്ങനെയൊരു സെപ്പറേഷൻ ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. നിങ്ങളുടെ പേഴ്സൺ മെൻ്റലി ചേഞ്ച് ആവാൻ പോവുകയാണ് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നെല്ലാം വരുന്ന മെസ്സേജ്. അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ളത് അവരുടെ മനസ്സിൽ ഒരു അതിയായ ആഗ്രഹമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവന്തോ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും, ഇല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും, ഇല്ലെങ്കിൽ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യാനും, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ മീറ്റിംഗ് ആയിട്ട് ആണെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പലർക്കും അവരുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇയേഴ്സിന് ശേഷം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസും കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എൻ്റെ 2-3 റീഡിങ്ങിലായിട്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു മൂവ് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതാണ് എന്നുള്ളത് ഡെഫിനറ്റ് ആണ് ഇവിടെ. ഓക്കെ, കാരണം അവരുടെ മനസ്സിൽ അത്രയും ആ ഒരു റീയൂണിയൻ നടക്കണം എന്നുള്ള ആ ഒരു തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ്. കാരണം അവർ മെൻ്റലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് കോൺഫ്ലിക്ട്സ് അവരുടെ ലൈഫിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. വളരെ അൺഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർ ഷുവർ. See, 9 of Swords. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 9 of Swords എനിക്ക് തരുന്ന മെസ്സേജ് അതാണ്. അവർ നൈറ്റിലൊക്കെ എഴുന്നേറ്റിരിക്കാൻ എന്നുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. അതായത് ഉറക്കമില്ലായ്മ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ആൻസൈറ്റിയിൽ അത് നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളും ഒരു നൈറ്റിലൊരു 2 o'clock 3 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് കുറേ നേരം ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉറക്കം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളവരുണ്ടാവാം ഇത് കാണുന്നവരിൽ. ആ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഏജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവും ഗൈസ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാളെ തന്നെ മാറുന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇവിടെ 8 of Pentacles ആണ് വന്നിരിക്കുന്നത്. പലർക്കും ഒരു
ഞാൻ എൻ്റെ പ്രീവിയസ് റീഡിൽ പറഞ്ഞിരുന്നു 9 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അത് പലർക്കും എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ റീഡിങ് കണ്ടതിന് ശേഷം ഒരുപാട് മെസ്സേജസും കമൻസും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്തു, ഇല്ലെങ്കിൽ മീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് ടൈംലെസ് റീഡിംഗ് ആണ്. അതേപോലെയുള്ള പല റീഡിങ്ങും ഉണ്ട്. പ്രീവിയസ് കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഒരുപാട് റീഡിങ് അങ്ങനെ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള റീഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുക, അതൊക്കെ ടൈംലെസ് ആണ്. ആവശ്യമുള്ളവർ കാണുക. കാരണം നിങ്ങൾ കണ്ടത് മുതലാണ് ആ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ആ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടത് മുതലാണ്, കാണുന്നത് മുതലാണ്. അപ്പം നിങ്ങൾക്കത് ആക്ടിവേറ്റ് ആവും, അതിൻ്റെ എനർജി ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആവശ്യമുള്ളവർ അത് കാണുക. നിങ്ങൾ കമൻസ് നോക്കിയിട്ട് കണ്ടാൽ മതി. കമൻസിൽ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കമ്മ്യൂണിക്കേഷൻ വന്നു എന്ന് ഉള്ള കമൻസ് കണ്ടിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, എല്ലാ റീഡിങ്ങും പോയിരുന്ന് കാണുന്നു വേണ്ട. ആദ്യം കമൻസ് ചെക്ക് ചെയ്യുക, ഇതിലൊക്കെയാണ് ആർക്കൊക്കെയാണ് അങ്ങനെ മെസ്സേജസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. പോസിറ്റീവ് കമൻസ് ഉള്ള റീഡിങ് എടുത്ത് കാണുക. അതിലൊക്കെ ആയിരിക്കും ഞാൻ പർട്ടിക്കുലറായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളുടെ പേഴ്സൺ ഇത്ര ദിവസത്തിനുള്ളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ എനിക്ക് 9 ഓഫ് സ്വർഡ്സ് ആൻഡ് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിരുന്നു 9 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു മൂവ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അത് പലർക്കും സംഭവിക്കാനുള്ള ചാൻസ് എനിക്കിവിടെ വളരെയധികം കാണുന്നുണ്ട്. ഓക്കെ, അവർ മനസ്സ് തുറന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും. ചില കേസിൽ നിങ്ങളുടെ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല അവരുടെ സൈഡിൽ നിന്ന്. അതിന് നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യണ്ട. കാരണം അവരിപ്പം അത്രയും മോശമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 5 ഓഫ് സ്വർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു വൂണ്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കും അതേ, നിങ്ങളുടെ പേഴ്സണും അതേ ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഞാൻ ഇന്ന് ഡിഫറെൻറ്റ് ഡെക്സ് എന്നാണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1 മോർ ഡെക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലവേഴ്സ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. ഞാൻ മുമ്പ് എൻ്റെ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോഡ് അവിടെ നിന്നിട്ട് ആ ഫ്രൂട്ട് കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്നേക്ക് നിന്നിട്ട് പറയുന്നുണ്ട്. വളരെ സെഡ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രീതിയിൽ സ്നേക്ക് പറയുന്നുണ്ട്, ആ ഫ്രൂട്ട് കഴിച്ചോളൂ, അതിലൊരു കുഴപ്പമില്ല, അത് കഴിച്ചാൽ നിങ്ങൾ ഇത്രയും കാലം അറിയാത്ത കാര്യങ്ങൾ വരെ അറിയുമെന്ന് പറഞ്ഞിട്ട് വളരെയധികം ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് എന്ത് ചെയ്ത് കൊണ്ടുപോയത്, മനസ്സ് മാറ്റി കൊണ്ടുപോയത്. പക്ഷേ ഇപ്പം അവർക്ക് മനസ്സിലായി തുടങ്ങിയത്, ഞാൻ സ്നേക്ക് പറയുന്നത് കേൾക്കണ്ടില്ലായിരുന്നു, ഗോഡ് പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർക്ക് റിയലൈസേഷൻ ഉണ്ടായത്. ഓക്കെ, അത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള, അൺഹാപ്പി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെയധികം അകന്നുപോയി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങളെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മിഡിലിൽ നിൽക്കുന്ന ആ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടല്ലോ, ആ ഒബ്സ്റ്റക്കിളിനെ അവർ ഓവർകം ചെയ്തിട്ട് വരണം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്നോ നാളെയോ സംഭവിക്കുന്നതല്ല എന്നും ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഡെഫിനറ്റാണ്. ഈ പേഴ്സൺ നിങ്ങളെ റീച്ച് ചെയ്യും, റീയൂണിയൻ അവിടെ സംഭവിക്കുകയും ചെയ്യും, ഒരു സംശയമില്ല. ഞാൻ റീയൂണിയന് വേണ്ടിയുള്ള ഒരു സ്പെല്ലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്പെല്ലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഓൾറെഡി ഞാൻ കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ഒരു 21 ഡേയ്സാണ് ഞാനത് കാസ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്പെല്ലാണത്. അത് ഞാൻ വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയുന്നില്ല എന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന്. ഞാൻ പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങും, ആ ദിവസമായിട്ട് എനിക്ക് സ്പെല്ല് കിട്ടിയില്ലല്ലോ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു തുടങ്ങും. അപ്പം എൻ്റെ സ്പെല്ലിനും കൂടെ അതൊരു ഡിസ്റ്റർബ് ആയി മാറുന്നതായിരിക്കും. അത് കാരണം ഞാൻ ഇന്ന ദിവസം സ്പെല്ലിടുന്നത് ഇനി ഞാൻ പറയുന്നതല്ല. പിന്നെ ആ സ്പെല്ല് വളരെ 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 ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സ്പെല്ലാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നിങ്ങളുടെ റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെല്ലായിരിക്കും. ഓക്കെ ഗൈസ്, ഒരു സ്പെഷ്യൽ സ്പെല്ലാണത്. എനിവേസ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ പേഴ്സൺ എന്നോട് പറയാനുള്ളത്. ലവേഴ്സ് വന്നപ്പോൾ പറഞ്ഞിരുന്നു അവർ സ്നേക്കിൻ്റെ മെസ്മറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യുന്ന വാക്കുകൾ കേട്ടിട്ടാണ് അവർ പോയത് എന്ന് പറഞ്ഞല്ലോ. അതൊന്നും കൂടെ കൺഫേം ചെയ്യാണ് ഇവിടെ 7 of Cups കൂടെ. ഓക്കെ, ലെറ്റ്സ് സീ. അവർ വളരെയധികം ഒരു എംപ്രസിൻ്റെ എനർജി ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വളരെ നേർച്ചറിങ് ആയിട്ടുള്ള ഒരു എനർജിയെ വേണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അവർ ശരിക്കും നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊന്നും, അതായത് നിങ്ങൾ ജെന്യൂനായിട്ട് കൊടുത്ത കാര്യങ്ങളൊന്നും അവർക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അവർ ആ ഒരു ലൈഫിൻ്റെ ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം നിങ്ങൾ അവരെ കാണുമ്പോൾ അവർ നല്ല രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഈ റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്നൊക്കെ തോന്നാം. പക്ഷേ ഇതൊന്നല്ല അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് 100% മില്യൺ ടൈംസ് ഉറപ്പാണ്. കാരണം എനിക്ക് ആ മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വല്ലാത്തൊരവസ്ഥയിലാണെന്നുള്ളത്, അവർക്ക് നിങ്ങളെ റീച്ച് ചെയ്യാനുള്ള ആഗ്രഹം ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്കിത് കൂടെ വരുന്ന മെസ്സേജ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ആ സ്പെല്ലും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, എൻ്റെ സ്പെൽസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഓക്കെ, നിങ്ങൾ വളരെയധികം റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം അത് ചെയ്യാൻ. ഞാനത് എപ്പോഴും പറയാറുണ്ട്, അത് കളിക്കാനുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനത് പ്രൈവറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. അവർ ചെയ്തത് എന്താണോ അതിനുള്ളത് അവരനുഭവിച്ചേ അവർ വരുള്ളൂ. അതാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അത് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അത് നിങ്ങളറിയുക, മനസ്സിലായോ? നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും ഇവിടെ ജസ്റ്റിസ് ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. ഞാനൊരു കാർഡും കൂടെ എടുത്തിട്ട് റീഡിങ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്. സി, ഈ ഒരു ലെവലിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വളരെ ആശ്വാസം ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷേ ഇപ്പം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരുമ്പോഴേക്കും ആ പഴയ പേഴ്സണായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ വരാൻ അവർക്ക് പറ്റില്ല. കാരണം അവർ അത്രയും ഒരു മെൻ്റൽ സ്ട്രഗിളിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ അവർക്ക് പഴയ ആളാവാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഞാൻ കുറേ കമൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ വന്നു പക്ഷേ ആ പഴയ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല എന്ന്. അതിപ്പോൾ കിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കരുത്. ഓക്കെ, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു എംപ്രസിൻ്റെ എനർജി ആയിട്ടാണ് അവർ എടുക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ പോലെയുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
രണ്ടുപേരുടെ മനസ്സും വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇത് കൂടെ വരുന്ന മെസ്സേജ്. ഈ കാർഡ്സിൽ നിന്നെല്ലാം കിട്ടുന്ന മെസ്സേജ്. അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സൈഡിലും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ വേണം റീജോയിൻ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ട് തരത്തിൽ എഫക്റ്റ് ചെയ്യും. ഒന്നുകിൽ നല്ല രീതിയിലല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായ രീതിയിൽ എന്നേക്കുമായിട്ടുള്ളൊരു സെപ്പറേഷനായിട്ട് മാറും. അതല്ല നല്ല രീതിയിലാണ് അത് വന്ന് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ എവർ നിങ്ങൾ ഒരുമിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം കിങ് ഓഫ് കപ്സിന് എംപ്രസിന് വേണം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ പറയുന്ന പോസിറ്റീവ് എനർജീസൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, ഞാൻ എന്നും പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ റീഡിങ് വളരെയധികം സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ റീഡ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ റീഡിങ്ങിൽ കൂടെ വരുന്ന മെസ്സേജസ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജായിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത 2-3 മാസം ഓൾറെഡി ബുക്ക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺഡേയ്സ് മാത്രമേ ഉള്ളൂ ഞാൻ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്നിൽ നിന്ന് റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ റീഡിങ്ങിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേപാൽ ആൻഡ് സ്ട്രൈപ്പ് മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റിനായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളും യൂസ് ചെയ്യുക. പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് വേറൊരു ഓപ്ഷനും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. ചിലപ്പം നെക്സ്റ്റ് റീഡിങ്ങിൻ്റെ മുന്നേ തന്നെ ഞാൻ എൻ്റെ ആ സ്പെൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഫോർ എവർ ജീവിക്കുക. നിങ്ങളെന്നും നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നല്ലൊരു ലൈഫ് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. നിങ്ങൾക്കത് നടക്കട്ടെ, അത് സംഭവിച്ചിരിക്കും. ഓക്കെ, മനസ്സിലായോ? ആരും വിഷമിക്കേണ്ട. എല്ലാവർക്കും നല്ല സ്ട്രോങ് മൈൻഡോട് കൂടിയിട്ട് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഹ്യൂമൻ ഫോം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കരുതുക. നിങ്ങളാരും അയ്യോ എനിക്ക് ഈ ജീവൻ വേണ്ട, ഈ ജീവിതം വേണ്ട എന്നുള്ള രീതിയിൽ പെരുമാറരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഫോമിൽ വന്നിരിക്കുന്നത് നമ്മൾ ഈ യൂണിവേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളാരും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് വിഷമിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ആയുസ്സുള്ളിടത്തോളം കാലം നമ്മൾ ഓരോ ദിവസവും ഓരോ മൊമെൻറ്റും നമ്മൾ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് ഹയർ സോൾസ് നമ്മൾക്ക് ഈ ഹ്യൂമൻ ഫോം തന്നിരിക്കുന്നത്. ലിവിങ് ആയിട്ടുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനും അതിൻ്റേതായിട്ടുള്ള രൂപം കൊടുത്തിരിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട് ഈ യൂണിവേഴ്സിൽ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പെയിനെല്ലാം നിങ്ങൾ പാസ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സ്റ്റേബിളല്ല, ഒന്നും ഈ എൻ്റയർ യൂണിവേഴ്സിലുള്ള ഒരു കാര്യങ്ങളും സ്റ്റേബിളല്ല. ഓക്കെ, അത് പെർമനൻ്റ് അല്ല ഒരു കാര്യം. എല്ലാം എവ്രി ഡേ, എവ്രി മൊമെൻറ്റ്, എവ്രി സെക്കൻഡ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആളല്ലല്ലോ ഇപ്പോൾ, അല്ലല്ലോ. ഇവന്തോ നിങ്ങളുടെ കയ്യിലുള്ള നെയില്, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ സ്കിന്ന്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മുഴുവനും, നമ്മളുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ മുഴുവനും എവ്രി സെക്കൻഡ്സിൽ, മില്ലി സെക്കൻഡ്സിൽ വേണമെങ്കിൽ പറയാം, എവ്രി മൊമെൻറ്റിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്നും പെർമനൻ്റ് അല്ല. ഓക്കെ, ആ സത്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ വിഷമവും എന്തല്ല, പെർമനൻ്റ് അല്ല. പിന്നീട് നിങ്ങൾ ഇതൊക്കെ റിയലൈസ് ചെയ്യും ഒരു ദിവസം. ഓക്കെ ഗൈസ്, അതേപോലെ തന്നെ എൻ്റെ റീഡിങ്ങിൻ്റെ കമൻസിൽ ഒരു അമ്മ എപ്പോഴും വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ നോട്ടീസ് ചെയ്യണ്ടായി. അവരുടെ മകന് വേണ്ടിയിട്ടാണ് അവർ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അവരുടെ മകനും മകൻ്റെ വൈഫും റീജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കമൻറ്റ് ചെയ്യാറ്.
അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ മോനും മോൻ്റെ വൈഫും എന്തായാലും ഒന്നിക്കും. അവരുടെ ഇപ്പോഴത്തെ സമയം നല്ലതല്ലാത്തത് കാരണമായിരിക്കാം അവർ സെപ്പറേറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവുക. എന്തായാലും അവർക്കുള്ള ലൈഫ് അവരുടെ ലൈഫിൽ അതായത് ഈ അമ്മയുടെ മകൻ്റെയും മകൻ്റെ വൈഫിൻ്റെയും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് അനുഭവിച്ചതിന് ശേഷം അവർക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അവരൊന്നിക്കുക. ഓക്കെ, അപ്പം അമ്മയോട് പ്രത്യേകം പറയാനുള്ള കാര്യമാണത്. ആരൊക്കെ തന്നെയാണെങ്കിലും ഇങ്ങനെ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളെ സെൽഫായിട്ട് ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാം ശരിയാവും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, മനസ്സിലായോ? ഈ സ്റ്റേജ് നിങ്ങൾ പാസ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും സെയിം സ്റ്റേജിൽ തന്നെ നിൽക്കില്ല. നിങ്ങൾ ഈ ഒരു അവസ്ഥ മറികടന്ന് ഓവർകം ചെയ്തിട്ട് പോകും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ഗൈസ്. ലവ് യു ഓൾ.